ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സോസേജ് റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെ വരെ നമുക്കിത് കഴിക്കാൻ പറ്റും. അത്രയും നല്ല രുചിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 പാക്കറ്റ് സോസേജ് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും മുളകും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഏകദേശം ഇതൊരു 15 സോസേജ് ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മസാല പെരക്കി വെച്ചിരിക്കുന്ന സോസേജ് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒരു മൊരിഞ്ഞ് വരുന്ന ടൈം നമുക്കിത് മാറ്റി വെക്കാം. ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിച്ചതാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവൻ ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊരിച്ച് വെച്ചാൽ തന്നെ വെറുതെ തിന്നാനേ ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായി. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ 2 ചെറിയ ഉള്ളിയാണ്, അത് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ റോസ്റ്റും ഈ മസാലയും കൂടി നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോഴാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം അല്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ സോസേജിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഓരോ സോസേജിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോസേജ് ഈ റോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും സോസേജും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ രണ്ടും ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി അവസാനമായിട്ട് അല്പം മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് തൂവി കൊടുക്കാം.